സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. ഇപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മൗണ്ടയിൽ കിട്ടിലൊരു ഓട്ടോ ഷോ നടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ കാർ കയറ്റി ഡേയ്സ് ഇവിടെ സർവീസ് ചെയ്തായിരുന്നു. അതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കണേ. അപ്പോഴാണ് ഞാൻ ഇൻട്രോ എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ച് അതുകൊണ്ട് വേറെ ഇവിടെ ഒന്ന് ഇൻട്രോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഇതിൽ നമുക്ക് ഗൈസ് ഇവിടെ നിന്ന് നേരെ പോവാം. നമ്മൾ വേണ്ട നമ്മുടെ ടെർബോ സ്നെയിലെല്ലാം എടുത്തിട്ടാണ് ഗൈസ് വന്നേക്കണേ. അതിൻ്റെ ലുക്ക് ഗൈസ് ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ കുറച്ച് ബേക്കിൽ നിന്ന് നിങ്ങളെ കാണിച്ചു തരാം. അന്യായ ലുക്കിലാണ് ചെറുക്കൻ കിടക്കുന്നത്. എന്തായാലും അധികം പറഞ്ഞ് ലാഗ് അടിപ്പിക്കാതെ ഗൈസ് നമുക്ക് നേരെ നമ്മുടെ ആ ഒരു സ്ഥലത്തോട്ട് പോകാം ഗൈസ്. അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും ഞാനായിരിക്കും ലാസ്റ്റ് പോകുന്നത്. ഇവിടെ നിന്ന് അധികം ദൂരമൊന്നും ഇല്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇവിടെ കയറിയിട്ട് സർവീസ് ചെയ്തത്. ഇവിടെ നിന്ന് ഇപ്പോൾ നേരെ അങ്ങോട്ട് എടുത്തിട്ട് ലെഫ്റ്റിലോട്ട് റോഡ് കാണും. നമ്മുടെ റിസോർട്ടില്ലേ, ആ റിസോർട്ട് ഇരിക്കണ സ്ഥലമില്ല, അവിടെ വെച്ചിട്ടാണ് ഈ ഓട്ടോ ഷോ നടത്തുന്നത്. എന്തായാലും ഈ വഴിയിലൊന്നും ആരെയും കാണുന്നില്ല ഗൈസ്. എല്ലാവരും അവിടെ എത്തിയെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ ടെർബോ സ്നെയിലാണെങ്കിൽ ഗൈസ് ഒരു രക്ഷയില്ലാത്ത എഞ്ചിനാണ് എടുത്ത് വെച്ചേക്കണം. ഒടുക്കത്തെ പവറാട്ടോ. ഫസ്റ്റ് കയറി തന്നെ ഗൈസ് ഒന്ന് കാല് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ പറന്ന് നിൽക്കുവാണ്. അപ്പോൾ ഈ ഒരു വഴിയാണല്ലോ ഗൈസ്, ഇങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ല കേട്ടോ. എല്ലാവരും നമ്മുടെ ലൊക്കേഷനിൽ കയറി നിൽക്കുവാന്ന് എനിക്ക് തോന്നുന്നു. ഇതാരും ഓടി വരുന്ന പറമ്പിന്ന് ഇവൻ എന്നെ അവിടെ കിടന്ന് പറയും നമുക്ക് കാറിൻ്റെ ലോക്ക് തുറന്ന് കൊടുക്കാം ഗൈസ്, കയറുവാണെങ്കിൽ വന്ന് കയറട്ടെ. എനിക്ക് തോന്നുന്നു ഇവൻ അവിടെ കാറും വെച്ചിട്ട് ഇങ്ങോട്ട് വരെ നടന്നതാണ് തോന്നുന്നു. അന്നേരം എന്നെ കണ്ടതായിരിക്കും. നീ അവിടെ പോകുന്നയാടാ? ഞാൻ വെറുതെ അവിടെ നിൽക്കുമായിരുന്നു. അന്നേരം ഒരു കാറിൻ്റെ സൗണ്ട് കിട്ടും. അപ്പോൾ ആരെ വരുന്നുണ്ടല്ലോ എന്ന് തോന്നിയിട്ട് വെറുതെ ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. അത് ശരി. അവിടെ എങ്ങനെ എല്ലാവരും സെറ്റായോ? എൻ്റെ മച്ചാൻ അവിടെ ഒരു രക്ഷയില്ല കേട്ടോ. ഓട്ടോ ഷോ എന്ന് പറഞ്ഞാൽ അതാണ് ഓട്ടോ ഷോ. അങ്ങോട്ട് പോകുമല്ലോ, അങ്ങോട്ട് പോകുമ്പോൾ നോക്കിയോ, ഒരു രക്ഷയില്ലാത്ത രീതിയിൽ എല്ലാവരും പാർക്കൊക്കെ ചെയ്ത് സെറ്റാക്കി ഇട്ടേക്കണേ. ആ ഫ്രണ്ടിൽ കുറേ കാറ് കാണുന്നുണ്ട്. അതിനിടയ്ക്ക് ആരുടെ ഈ പോകുന്നതായിരിക്കും ഒരു കാറ് കൊണ്ട് ഇട്ടേക്കണേ. ഈസ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈസ് ഇഷ്ടം പോലെ ഗോൾഫാണ് കേട്ടോ തോന്നി കിടക്കണേ. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ സൈഡിൽ കൂടെ കയറിയിട്ട് നോക്കാം. അതിനിടയ്ക്ക് എൻ്റെ ഗ്രാഫിക്സും കുറഞ്ഞു പോയി. കറക്റ്റ് സ്ഥലത്തൊക്കെ എത്തിയപ്പോൾ ഗ്രാഫിക്സ് കുറഞ്ഞു പോയി. ഇങ്ങോട്ട് സൈഡിലോട്ട് നോക്കിയാൽ ഇതെന്തോ ഇത് എൻചോ മോനെ ആ പാർക്കിങ് ഇത് ആരുടെ ഇത് മൊത്തം നമ്മുടെ വൾപക്സിൻ്റെ പരിപാടിയാണ്. വൾപക്സ് ഓരോരോ കാർ എടുത്തിട്ട് പാർക്ക് ചെയ്ത് വെക്കുമായിരുന്നു. നല്ല രസമുണ്ടല്ലേ കാണാൻ. എടാ ഞാൻ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും വന്നിട്ടേ ഇല്ലടാ. ഇത് കണ്ടില്ല പാർക്കൊക്കെ ചെയ്ത് ഇട്ടേക്കണേ. എന്തായാലും നമുക്ക് ഈ ഒരു സൈഡിലോട്ട് അങ്ങനെയായിട്ട് പാർക്ക് ചെയ്ത് തരാൻ കഴിച്ചു. എന്നിട്ട് എൻ്റെ ഗ്രാഫിക്സ് ഒന്ന് സെറ്റാക്കണം. ഗ്രാഫിക്സൊക്കെ മൊത്തം പോയി കിടക്കുകയാണ് ഗൈസ്. എൻ്റെ ഫ്രണ്ടിൽ ആരോ രണ്ടുപേര് നിൽപ്പുണ്ട് അവിടെ. എന്തായാലും ഞാൻ ഒന്ന് കാറിൽ ഇറങ്ങട്ടെ ഗൈസ്. നിങ്ങൾ അങ്ങോട്ട് നോക്ക് ഗൈസ്, എന്നാ വൈബാണ്. ഓരോരോ വണ്ടിയെല്ലാം കറക്റ്റ് പാർക്കിങ് ചെയ്തിട്ട് അത്രയും പൊളിയായിട്ടാണ് എല്ലാ വണ്ടികളും ഇട്ടേക്കണേ. ഇതെല്ലാം നമ്മുടെ വൾപക്സിൻ്റെ പരിപാടിയാണ് ഗൈസ്. അല്ലെങ്കിൽ ചുമ്മാ എല്ലാവരും തോന്നിയ പോലെ കുറേ കാർ വിട്ടിട്ട് ഗൈസ് മൊത്തം അലമ്പായിട്ടായിരിക്കും കിടക്കണേ. ഇത് കണ്ടില്ലേ വൾപക്സ് കാണിച്ച് വെച്ചേക്കണേ. ഒരു രക്ഷയില്ല ഗൈസ്. എല്ലാ കാറും വന്നിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. നമ്മുടെ ഹാലാമാൻഡ്രീഡും എല്ലാ സംഭവം ഇതിനകത്തുണ്ട്. ടെർബോ സ്നെയിൽ കൂടുതലാണെന്ന് തോന്നുന്നത്. രണ്ട് ഇവിടെ ഒരു ടെർബോ സ്നെയിലും കൂടെ ഉണ്ട്. പിന്നെ അവിടെ കേസ് കാണുന്ന വേറെ വണ്ടി കേട്ടോ. അതുകൊണ്ടാണ് ഇതിൻ്റെ എടുത്തിട്ട് അത് കേസ് അപ്പുറത്ത് മാറ്റിയിട്ടേക്കണേ. അപ്പോൾ ഇത് ഗോൾഫ് വെച്ചിട്ടുള്ളൊരു ഓട്ടോ ഷോ ആണ് ഇത്. അല്ലാണ്ട് ഗോൾഫൊന്നും മാത്രം വെച്ചിട്ട് ആരും ഓട്ടോ ഷോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മളാണെന്ന് തോന്നുന്നു ഫസ്റ്റ് ഇറങ്ങുന്നത്. പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. ആരും ഗോൾഫ് മാത്രം വെച്ചിട്ടൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എങ്ങനെ ഓട്ടോ ഷോ വെക്കുവാണെങ്കിൽ കേസ് എല്ലാ കാറും വരും. പക്ഷേ നമ്മൾ ഉള്ളി ഗോൾഫിലാണ് കേസ് വെച്ചേക്കണേ. ഉള്ളി ഗോൾഫ് വെച്ചപ്പോൾ നല്ല രസമുണ്ടല്ലേ കാണാൻ. അവിടെ ഒരു ഫുൾ ബ്ലാക്ക് ഗോൾഫ് കിടപ്പുണ്ട് കേസ്. അതിൻ്റെയൊക്കെ DRL കേസ് നല്ല രീതിയിൽ ഗ്ലോ ചെയ്യുന്നുണ്ട്. നമ്മുടെ റിയൽ ലൈഫിലുള്ള കേസ് കുറച്ച് ഗോൾഫ് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവനോടെ ഉണ്ട്. പിന്നെ അപ്പുറത്ത് ഹാലാമാൻഡ്രി കിടപ്പുണ്ട്. പിന്നെ ടെർബോ സ്നെയിൽ കിടപ്പുണ്ട് കേസ്. പിന്നെ ബാക്കി മൊത്തം കേസ് ഇതിനകത്ത് തന്നെ വർക്ക് ചെയ്തെടുത്തേക്കുന്നതാണ്. ഞാനൊന്ന് വേഗം കേസ് പാർക്ക് ചെയ്തൊന്ന് സെറ്റാക്കി ഇടണ്ട കേട്ടോ. എൻ്റെ കാർ അപ്പുറത്ത് ഞാൻ മാറ്റിയിട്ടേക്കുവാണ്. എന്നിട്ട് കുറച്ച് പിക്കെല്ലാം എടുക്കണം കേസ്. അതെല്ലാം കഴിഞ്ഞിട്ട് കാണാം ഇനി. 2000 years later. കേസ് ഇവിടെ ഒരാളെ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ഇവനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് പറയുക. ഏതോ മാഫിയയുടെ ടീമെല്ലാം വന്ന് അടിച്ചുകൊണ്ട് പോയത് കേസ് ഇവനെ. നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നോളാ? എൻ്റെ അണ്ണ നമ്മളന്ന് എങ്ങനെ രക്ഷപ്പെട്ടെ. വലിയ കഥയല്ലേ അതൊക്കെ. വലിയ കഥയല്ലേ ഒന്നും. എന്നാ വലിയ കഥയായിരുന്നത് അത്. ഇവിടെ നമ്മുടെ മറ്റേ കാർ കിടപ്പുണ്ട് കേസ്. ഈ മച്ചാൻ ഇവിടെ ഇട്ട് ഒരേ പൊട്ടിക്കലാണ്. ഇത് ഭയങ്കര ഒച്ചയാണല്ലോ ഇതിൻ്റെ ബേക്കിലോട്ട് പോകുന്നു. കൊടുക്കുന്ന സൗണ്ടായിട്ട് നമുക്ക് അവിടെ എന്തെങ്കിലും മാറി കിട്ടാം. ഭയങ്കര സൗണ്ട് എന്തോ പോലെ ആവുന്നു. ഒരുമാതിരി വൈബ്രേഷൻ കയറുന്ന പോലെ മേത്തൂടെയൊക്കെ. മച്ചാൻ നിർത്തിയെന്ന് തോന്നുന്നു കേട്ടോ. എന്നാലും നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേസ്. ഇവിടെ നിന്നൊരു ഗോൾഫ് എല്ലാം ഇറക്കി ഒന്ന് പൊട്ടിക്കണം ഇനി. എന്നിട്ട് കേസ് നമുക്ക് നേരെ വേറെ ഏതെങ്കിലും ലൊക്കേഷൻ പിടിക്കണം. നമ്മളിപ്പോൾ കുറേ നേരം കേസ് ഇവിടെ തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും റീലും പിക്കെല്ലാം എടുക്കുന്ന ഒരു കേസ് എല്ലാം ഫുൾ എടുത്ത് കഴിഞ്ഞിട്ട് പോകാന്നുള്ള പ്ലാനിലാണ് കേസ് ഇപ്പോൾ നമ്മൾ നിൽക്കണേ. കേസ് അപ്പോൾ ഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ വൾപക്സ് നേരെ ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേസ്. അപ്പോൾ ഇവിടെ വേറെ ഒരു ലൊക്കേഷൻ പിടിക്കാനാണ് നമ്മുടെ പ്ലാന്. അവിടെ ചെന്ന് ഈ കുറച്ച് ഷോ എല്ലാം കാണിക്കണം. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പോവുള്ളൂ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ എൻ്റെ ബേക്കിൽ വന്നോളും കേസ്. ഈ കാറിന് നല്ല പവർ ഉള്ളതുകൊണ്ട് കേസ് നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും വൾപക്സിൻ്റെ തൊട്ട് ബേക്കിൽ പോകാൻ നോക്കണം. വേണ്ട വൾപക്സ് പോകുന്നുണ്ട്. എന്നിട്ട് തൊട്ട് ബേക്കിൽ തന്നെ നിൽക്കട്ടെ കേസ്. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുന്നത് പിന്നെ കാണില്ല. പിന്നെ ഇവിടെ വന്നവരുടെ ഗോൾഫിനെല്ലാം കേസ് ഒരു ബാസുള്ള സൗണ്ടാണ് കേട്ടോ. എൻ്റെ ഗോൾഫിന് അങ്ങനത്തെ ഒരു സൗണ്ടല്ല. ഞാൻ മറ്റേ പവറുള്ള എഞ്ചിൻ വെച്ചുള്ളതുകൊണ്ട് കേസ്
വേറെ ഒരു സൗണ്ടാണ്. പക്ഷേ ഇവരുടെ സൗണ്ട് നല്ല രസം കേട്ടോ കേൾക്കാൻ കാറിൻ്റെ. പക്ഷേ അതിൻ്റെ അടുത്തൊന്നും പോയി നിൽക്കാനും പറ്റൂല. അമ്മാതിരി ചെവി അടിച്ച് പോകുന്ന രീതിയിലുള്ള സൗണ്ടാണ് അതിനുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ ഈ മാക്സിമം മെല്ലെ പോകുന്നതായിരിക്കും നല്ലത് ആ കാറും കൊണ്ടൊക്കെ. അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരെല്ലാം ഇറങ്ങി വന്നിട്ട് ഈ പഞ്ഞിക്കിടും. പൾപ്പക്സിന് എൻ്റെ കാറ് പിന്നെ സൈലൻ്റ് ആണ്. ഒരു സൗണ്ട് ഉണ്ട്, എന്നാലും വലിയ അക്രമമായിട്ടുള്ള സൗണ്ടൊന്നും ഇല്ല. പക്ഷെ നമ്മുടെ ബേക്കിൽ വരുന്ന കുറച്ച് ഗോൾഫിനെല്ലാം അതുണ്ട്. അതുകൊണ്ട് അവരൊക്കെ മെല്ലെ വരുന്നതെന്ന് തോന്നുന്നു. നമ്മുടെ ബേക്കിലൊന്നും കാണുന്നൊന്നുമില്ല. പൾപ്പക്സ് തന്നെ ഇവിടെ സ്ലോ ആക്കിയത്. മിക്കവാറും അങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാനായിരിക്കും. നേരെ പോകാമല്ലേ ഗൈസ്, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അവിടെ നമുക്കൊരു കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അവിടെ എങ്ങനെ പോയി വൈവായിട്ട് അങ്ങ് നിൽക്കാം. പിന്നെ ഈ വീഡിയോ ഒക്കെ കണ്ടത് ലൈക്ക് അടിച്ചിട്ട് ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. 200 നമ്മൾ ലൈക്ക് ടാർഗറ്റ്. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. അപ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റ് കൂടി അങ്ങനെ പോകാം ഗൈസ്. അവിടെ ഒരു കിടിലൊരു സ്പോട്ടുണ്ട്. അങ്ങോട്ട് തന്നെയല്ല അവൻ പോകുന്നത്. ഒരേ മൈൻഡാണല്ലോ ഗൈസ്. ഞാൻ വിചാരിച്ചു തന്നെയാണ് അവരും അവിടെ വിചാരിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ കറക്റ്റ് ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡാക്കിയിട്ട് ഗൈസ് എല്ലാവരും ഫ്രണ്ടിൽ കയറ്റി വിടാം. അതുകൊണ്ട് ഓരോരുത്തർ പോകുന്നുണ്ട്. ഇനി ആരെല്ലാം ഉണ്ട് ബൈക്കിൽ? ഇനി ആരെയും കാണുന്നില്ല. ഇവനെന്തിനാണ് നിർത്തിയത്? വേറെ ഒരുത്തരും കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് അങ്ങ് കുറച്ച് സ്പീഡിൽ അങ്ങ് പോകാം. അല്ലേ ഉമ്മാർ ഞാൻ നിർത്തിയതാണെന്ന് ഓർത്തിട്ട് നിർത്തിയിടും. ഏതോ ഒരുത്തം പൊട്ടിച്ചോണ്ട് അങ്ങ് പോകുന്നുണ്ട് ഗൈസ്. അത് ആരെ കയറിപ്പോയി ഞാൻ ശ്രദ്ധിച്ചില്ല. നമ്മുടെ ബേക്കിൽ നിന്ന് ആരെ വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മറ്റേ മോങ്കാണ് ഗൈസ്. ഞാൻ നിർത്തിയെന്ന് ഓർത്തിട്ട് ഞാനവിടെ നിർത്തിയിട്ടേക്കാണ്. എന്തായാലും നമുക്ക് നേരെ അങ്ങ് പോകാം ഗൈസ്. ബാക്കി എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് അങ്ങനെ നിർത്താൻ തോന്നുന്നില്ലേ. സ്ട്രെയിറ്റ് പോകണം. പൾപ്പക്സ് അങ്ങോട്ട് പോകുന്നത് ഞാൻ കണ്ടുപോലില്ലോ. അവൻ നേരെ പോകാൻ വഴിയൊന്നുമില്ല, കാരണം അങ്ങോട്ട് പോയാലും വലിയ ലൊക്കേഷനൊന്നും ഇല്ലേ. അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് നേരെ ഇങ്ങോട്ട് കയറാം. ഇങ്ങോട്ട് കയറിയിട്ട് ഇവിടെ ആയിട്ട് അങ്ങനെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ആ താഴത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിപ്പോവാം. എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ആയിട്ട് അങ്ങനെ നിർത്താം. വൾപ്പക്സിനൊന്നും കാണുന്നില്ല. വൾപ്പക്സൊക്കെ അങ്ങോട്ട് പോയെന്നൊരു വീഡിയോയില്ല ഗൈസ്. ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. അപ്പോൾ ഇതേണ്ട ഇതാണ് നമ്മുടെ ആ ഒരു ലൊക്കേഷൻ. അപ്പോൾ നല്ലൊരു ലൊക്കേഷൻ ആട്ടോ. ഇവിടെ ഈവനിങ് ഒക്കെ വന്ന് നിൽക്കാനുള്ള വൈബാണ്. പിന്നെ ഇന്നത്തെ ഈ ഒരു ഓട്ടോ ഷോയിൻ്റെ പ്രത്യേകത ഗൈസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, ഇവിടെ വന്ന എല്ലാവരും ഗൈസ് കറക്റ്റ് ഗൈസ് മര്യാദക്കായിരുന്നു നിൽക്കുന്നത്. അതായത് ഒരു അലമ്പുമില്ലാതെ ഗൈസ് എല്ലാവരും നല്ല സെറ്റായിട്ടാണ് പോണത്. ഇപ്പോൾ വണ്ടി തിരിക്കുന്നതാണല്ലോ, എല്ലാം നിങ്ങൾ നോക്കിയാൽ മതി. എങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുന്നോ ആരും പറന്നു പോകുന്നോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ഗൈസ്. എല്ലാവരും നല്ല സെറ്റായിട്ട് നിൽപ്പുണ്ട്. അവിടെ നിന്ന് ഗൈസ് മിന്നിച്ചോണ്ട് വരുന്നത്. അവിടെ നിന്ന് ലൈറ്റ് മിന്നുന്നുണ്ടായിരുന്നു. ജസ്റ്റ് തോന്നിയതാണെന്ന് തോന്നുന്നു. എന്തായാലും ഒന്നുകൂടി കാണുവാണെങ്കിൽ കാണിച്ചു തരാം. ആ ഫ്രണ്ടിലോട്ട് പോയി കേട്ടോ. കണ്ടോ, നല്ല രസമുണ്ടല്ലോ കാണാൻ. അപ്പോൾ ഇവരൊക്കെ ഈ സ്പാർക്ക് ചെയ്യുന്ന എല്ലാം കണ്ടില്ലേ, ഒരു അലമ്പുമില്ല. നമ്മുടെ ഈ ഒരു ഓട്ടോസ് തുടങ്ങിയപ്പോൾ തൊട്ട് ഈ സിദ്ധു വരെ ഇതിനകത്ത് ഒരു അലമ്പും കാണിച്ചിട്ടില്ല ഇവന്മാർ. എനിക്ക് തോന്നുന്ന ഈ ഇത് നമ്മുടെ ക്രൂ മെമ്പേഴ്സാണ്. അതുകൊണ്ട് ഈ ഇവന്മാർ അത്ര സെറ്റായിട്ട് നിൽക്കുന്നതായിരിക്കും. പുറത്തുനിന്ന് ആരും വന്നിട്ടില്ലേ. സാധാരണ നമ്മൾ പുറത്തുനിന്ന് കുറേ മീറ്റപ്പ് എല്ലാം വെച്ച് ഈ ആൾക്കാരൊക്കെ വരുമ്പോഴാണ് മൊത്തം അലമ്പാകുന്നത്. ഇതന്നെ ഇവിടെ കുടുങ്ങിപ്പോയോ? ബേക്കിൽ നിന്നാലും നമ്മൾ സഹായിക്കുമായിരുന്നു. ഞാൻ അതേണ്ട നമ്മുടെ റാഫർ വന്ന് നമ്മൾ ഉന്തി കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പർ പ്ലേറ്റ് നോക്കാൻ അങ്ങനെ മച്ചാൻ പറയുന്നുണ്ടായിരുന്നു. ഈ നമ്പർ പ്ലേറ്റ് എന്ത് ചെയ്യേ നോക്കട്ടെ. KL ഇതെന്തുവാടാ കണ്ടും കാണുന്നില്ല ഗൈസ്. ഈ വായിക്കാൻ കിട്ടുന്നില്ല ഗൈസ്. എന്നാ മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാൻ അത്ര വലുതായിട്ട് എഴുതി വെച്ചോണ്ട് വായിക്കാനും പറ്റുന്നില്ല. എന്തേലും ആവട്ടെ ഗൈസ്. എന്തോ KL കൂട്ടിയിട്ട് എന്തോ ആണെന്ന് മനസ്സിലായി. അപ്പോൾ എല്ലാവരും ഇതായിട്ട് ഇവിടെ പാർക്കെല്ലാം ചെയ്ത് സെറ്റാക്കി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ജസ്റ്റ് അങ്ങോട്ടൊന്ന് ഇറങ്ങാം. ഇതേതാ ടെർബോസ്നിയിൽ? ഇതെൻ്റെ കാറല്ലേ? ഇതെടുത്തോണ്ട് ആരോ പോയതിനിടയ്ക്ക് ഏതോ മച്ചാൻ എൻ്റെ കാർ എടുത്തോണ്ട് പോയായിരുന്നു കേട്ടോ. ഇതൊന്നും ഞാൻ അറിഞ്ഞു പോലുമില്ല. എന്തായാലും നമുക്ക് മെല്ലെ അങ്ങ് പോവാം. ഇതാ ഇവിടെ ഒരു മുട്ടയൊക്കെ അടിച്ച ഒരു മച്ചാൻ നിൽപ്പുണ്ട്. ഇതാണ്ട് 2 ടെർബോസ്നെയിൽ ഇവിടെ നിൽപ്പുണ്ട്. നമ്മുടെ വൾപ്പക്സിൻ്റെ ടെർബോസ്നെയിലിന് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. വേറൊരു കളറൊക്കെ ഉണ്ട് അതിനകത്ത്. നമ്മുടെ കുറച്ചുകൂടി ഡാർക്കാണ് അതിനകത്ത് വരുന്ന റെഡൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നേരെ താഴോട്ടിറങ്ങി പോകാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ ഏതാണ്ട് അവസാനിക്കാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടെ കഴിഞ്ഞിട്ട് ഗൈസ് എല്ലാവരും തിരിച്ച് പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇനി ഇങ്ങോട്ടും കൂടെ ഒന്ന് പോട്ടെ. റാഫർ എന്നാ ഗൈസ് കാണിക്കണേ. ഇവിടെ നിന്ന് ചാകാൻ നോക്കുവാണോ റാഫറെ? ഞാൻ ചെറിയൊരു പാർക്കനാണ്. അപ്പോൾ എൻ്റെ കുറച്ച് പാർക്കർ സ്കില്ലൊക്കെ കാണിക്കാന്ന് ഓർത്തിട്ട് ഇവിടെ നിന്ന് ചാടാനായിരുന്നു. പക്ഷെ അങ്ങ് എത്തുന്നില്ല താഴോട്ട്. എടേ അവിടെ നിന്നൊക്കെ താഴോട്ട് കൊണ്ട് പെടൽ ഓടിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും കൊണ്ടുപോകില്ലേ? പെടൽ ഒടിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളല്ലേ എനിക്ക് കൊണ്ടാവുള്ളൂ, അല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. ഇതുവരെ അങ്ങനെ എൻ്റെ പെടലൊന്നും ഒടിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ പാർക്കർ സ്കില്ലൊക്കെ താഴെ ഇറങ്ങുമെന്ന് കാണിച്ചു തരാം. കാണിക്ക് നോക്കട്ടെ. എന്തിയേ തന്നെ ഇവിടെ നിന്ന് എടുത്ത് ചാകാൻ പോവാണ് ഇവൻ. എടാ അവിടെയൊക്കെ നല്ല ആഴമുണ്ട്. അങ്ങോട്ടൊന്നും ഗൈസ് ഞാൻ ഓർത്തത് വേണ്ട ഈ മാസ്ക് വെച്ച പുള്ളിക്കാരൻ അങ്ങോട്ട് എടുത്ത് ചാടി ഇപ്പോൾ പണിയാവുന്നതാണ്. അത് ഇവിടെ നിന്ന് തന്നെ വെറുതെ ചാടിയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റൂലെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ എന്തോ ഗ്ലാസ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ അങ്ങോട്ട് പോകാനൊന്നും നോക്കുന്നില്ല. റാഫർ അങ്ങോട്ടാ വെള്ളത്തിൽ വീണോ? റാഫർ ഇപ്പോൾ ആ ബേക്കിൽ കൂടെ പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് അങ്ങോട്ടാ പോയവൻ. അതേണ്ട കയറി വരുന്നുണ്ട്. ഇതൊരുമാതിരി കനാലിലുള്ള അത്ര വെള്ളമുള്ളല്ലോ, എന്നിട്ടാണ് വലിയ ആഴമുള്ളെന്ന് പറഞ്ഞു. അത് നീ ആ സൈഡിലോട്ടല്ലേ ഇറങ്ങിയത്, ആ നടുക്കോട്ട് ഇറങ്ങി നോക്ക്. അയ്യോ അത് വേണ്ട, വെറുതെ എന്തിനാ ചാകുന്നേ. എന്തായാലും ഞാൻ ഈ സൈഡിൽ തന്നെ കുളിച്ചോളാം. ഇവരെയൊക്കെ എന്താ പറയാനാണോ? അവൻ സൈഡിൽ നീന്തി കുളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അവനെ കാണത്തൊന്നുമില്ല. പിന്നെ ഈ മാസ്ക് വെച്ച പുള്ളിക്കാരനും കൂടെ വെള്ളത്തിലെടുത്ത് ചാടാനങ്ങനെ നോക്കുന്നുണ്ട്. നമ്മളെന്തായാലും കേസ് ഈ സൈഡിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. നല്ല വൈബാണ് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ. ഇതെന്നത്തിന് ഒറ്റയ്ക്കാണ് സംസാരിച്ചോണ്ടിരിക്കണേ? റെക്കോർഡിംഗ് ആണോ? എടാ റെക്കോർഡിംഗ് ആണ്. നിനക്ക് തന്നെ ഇതുവരെ അറിയത്തില്ലായിരുന്നു, ഇപ്പോഴാണ് ചോദിക്കുന്നത്. റെക്കോർഡെല്ലാം കഴിയാനായി. റെക്കോർഡ് കഴിയാനായോ? എന്നാൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒന്ന് പറയണ്ടേ, എന്നാലും ഞാൻ ഇങ്ങനെ മെയിനായിട്ട് അങ്ങ് നിൽക്കാൻ പറ്റുള്ളൂ എനിക്ക്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ അങ്ങനെ മെയിൻ ആവും. എന്താണ്ട് ഈ നമ്മുടെ മോങ്കി ഇവിടെ നിൽപ്പുണ്ട്. മോങ്കീനെ ഇടയ്ക്കിടയ്ക്കാട്ടോ കാണുള്ളൂ. ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കിയിട്ട് പോകുന്നുണ്ട്. മോങ്കിയുടെ അതേ അപരനാണല്ലോ കേസ് ഈ മാസ്ക് വെച്ച മറ്റേ പുള്ളിക്കാരൻ. പിന്നെ ഒരു മുട്ടയടിച്ചൊരു മച്ചാനുണ്ട്. ഓ മച്ചാനെ ഒന്ന് മുഖം കാണിക്കുമോ? മുട്ടയടിച്ചിട്ട് അങ്ങനെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഇതെന്നാ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ടും പോകുമ്പോൾ അങ്ങോട്ടൊക്കെ പോകുന്നത്.
മച്ചാനെ ഒന്ന് ഫേസ് ഒന്ന് കാണിക്കുവോ? 7 கடலை தாண்டி திருப்பாக்கடல் போனாலும் திரும்பி வந்து வெட்டுவேன். மூச்சுற கேப்ல மூச்ச தூக்கிட்டா மொட்டை சிவா கெட்ட சிவாடா. എന്റെ പൊണ്ണെണ്ണാണെന്ന് കയറി വരാൻ തോന്നുന്നു, അവന് പ്രാന്താ. എൻ്റെ മച്ചാനെ ഇത് നേരത്തെ പറയണ്ടേ, ഞാനിത് മുട്ടയടിച്ച നല്ല മനുഷ്യനാണോ? ഇവിടെ പുറകെ വരുന്നവൻ. ഞാനും കയറിപ്പോട്ടെ ഗൈസ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കിടക്കി. സതുരയ്ക്ക് ബൈ.